ഹലോ, ഞാൻ ഡോക്ടർ ഫോക്സ്. ഇനി ഞാൻ വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിന്റെ ഇടക്കൂടെ ഫോട്ടോഷോപ്പ് പുതിയൊരു അപ്ഡേറ്റ് ഇറക്കി. ഫോട്ടോഷോപ്പിന്റെ 2024 വേർഷൻ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. സിനിമ 4D ഇന്നലെ ഇറങ്ങി. അങ്ങനെ ഈ സെപ്റ്റംബർ മാസം ഒരു അപ്ഡേറ്റ് മാസമാണ്. അധിക സോഫ്റ്റ്വെയറുകളും അപ്ഡേറ്റ് ആകുന്നത്, മെയിൻ അപ്ഡേറ്റുകൾ നടക്കുന്നത് ഈ സെപ്റ്റംബർ മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇനി ആഫ്റ്റർ എഫക്ട്സും പ്രീമിയറും ഇതിലൊക്കെ നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാം. ഇതുവരെ വന്നതിൽ ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്റർ ആണ് അഡോബിന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ വന്നത്. ചിലപ്പോൾ ഞാൻ റെക്കോർഡ് കഴിയുമ്പോഴേക്കും ആഫ്റ്റർ എഫക്ട്സും കൂടി വന്നേക്കാം. ആഫ്റ്റർ എഫക്ട്സിലും ഒരു വലിയ മാറ്റം വരാനുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫോട്ടോഷോപ്പിൽ വലിയൊരു മാറ്റം വന്നു. നമ്മളെ ഞെട്ടിക്കണ മാറ്റമല്ല, നമുക്ക് ഓൾറെഡി ഇത് ബീറ്റയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് നമ്മുടെ ഫോട്ടോഷോപ്പിന്റെ ഒറിജിനൽ വേർഷനിലേക്ക് വന്നു. കൂടെ ഒന്ന് രണ്ട് ബാഡ് ന്യൂസും കൂടെ ഉണ്ട്. അത് നമുക്ക് പറയാം. ഒന്നൊരു റൂമർ ആണ്, എനിക്ക് അത്ര ഉറപ്പില്ല, ചിലപ്പം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് ഓൾറെഡി ബാഡ് ന്യൂസ് ആണെന്ന് തെളിഞ്ഞു. ഞാനിപ്പോ കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാ അപ്ഡേറ്റ്സ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ആകെ 2 മെയിൻ അപ്ഡേറ്റ്സുകളാണ് ചെക്ക് ചെയ്തത്. ആ 2 അപ്ഡേറ്റ്സ് അടിപൊളി തന്നെയാണ്. പക്ഷെ ബാഡ് ന്യൂസും അതുപോലെ തന്നെ പ്രശ്നമുള്ളതാണ്. നമുക്ക് ഏതായാലും എന്താണ് അപ്ഡേറ്റ് നോക്കാം. ഓക്കെ, ഫോട്ടോഷോപ്പ് നിങ്ങൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വേർഷൻ 25 ആണ്. 24.7 കഴിഞ്ഞു, 25 വേർഷനിലേക്കായി. ഒറിജിനൽ ഫോട്ടോഷോപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ബീറ്റ അല്ല. അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്പിൽ പോവുക. ഇവിടെ അപ്ഡേറ്റ്സ് എന്ന് വന്ന് കിടക്കുന്നുണ്ടാവും. അവിടെ ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് ഇതുപോലെ ഇവിടെ ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും വന്ന് കിടക്കും. അവിടെ ഒന്ന് അപ്ഡേറ്റ് ബട്ടൺ അടിക്കുക. അപ്ഡേറ്റ് ബട്ടൺ അടിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഫോട്ടോഷോപ്പ് ഓപ്പൺ അല്ല എന്ന് ഉറപ്പിക്കുക. ഇനി അതൊന്ന് ക്ലോസ് ചെയ്ത് നമ്മൾ ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെയുള്ള ആദ്യത്തെ വ്യത്യാസം, നമ്മുടെ ചിത്രം മാറിയിട്ടുണ്ട്. പുലിയും തത്തമ്മയും കടുവയും ഒക്കെ കൂടിയായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് ഓപ്പൺ ആയി വന്നു. ചില സമയത്ത് നമ്മൾ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത വർക്കുകളുടെ ഇവിടെയുള്ള റീസെന്റ് ടാബുകൾ വലിയൊരു വിഷയമല്ല എങ്കിലും ഇത് പോകാറുണ്ട്. എന്നാൽ ഇത് പോയിട്ടില്ല. അതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഏതായാലും ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള നമുക്കൊരു സെലക്ഷൻ എടുക്കാം. ഇതെന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഈ ഭാഗം എടുത്ത് കളയാം. അപ്പൊ ഇതങ്ങ് സെലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി താഴെ കാണാം ജനറേറ്റീവ് ഫില്ല്. ഇതുവരെ ബീറ്റ സോഫ്റ്റ്വെയറിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ജനറേറ്റീവ് ഫില്ല് ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ ഫോട്ടോഷോപ്പിലേക്ക് വന്നു. ഇത് വരാത്തത് കൊണ്ട് മാത്രം ഞാൻ ബീറ്റ വേർഷനും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് ബീറ്റ ആയിരുന്നു ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ നമുക്ക് ഒറിജിനലിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അതെടുത്ത് ജനറേറ്റീവ് ചെയ്യാണ്. നമുക്ക് ഒന്നും ചെയ്യണ്ടെങ്കിൽ ഒരു ഡോട്ട് ഇട്ട് ചെയ്യാം. ചിലപ്പോൾ ഡോട്ട് ഇട്ടില്ലെങ്കിൽ കുറച്ച് ബ്ലാങ്ക് ആക്കിയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ചിലപ്പോൾ ഇമേജിന് ഇഷ്യൂസ് കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഡോട്ട് ഇടാറ് പതിവുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഡോട്ട് ഇട്ട് ജനറേറ്റ് അടിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം പോയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് 3 ഇമേജിൽ ഏത് വേണമെങ്കിലും പിക്ക് ചെയ്യാം. ഐ തിങ്ക് ഞാൻ ഇതാണ് പിക്ക് ചെയ്യാൻ പോണത്. ഇതിനൊരു കണ്ടിന്യൂഷൻ ഒക്കെ കിട്ടിയത് കൊണ്ട് ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതങ്ങ് പിക്ക് ചെയ്യാം. സോറി, ഇവിടെ എന്തോ ഒരു എഡ്ജ് ഇഷ്യൂ തോന്നുന്നുണ്ട്. അത് നമ്മുടെ സെലക്ഷനിൽ ഇല്ലാത്ത ഭാഗം. അപ്പൊ അത് ഫോട്ടോഷോപ്പിന്റെ പ്രശ്നമല്ല, നമ്മുടെ ഫോട്ടോയുടെ തന്നെ പ്രശ്നമാണ്. ഇനി ഫോട്ടോഷോപ്പിന്റെ ജനറേറ്റീവ് ഫില്ലിൽ ഡീറ്റെയിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മറ്റൊരു എക്സ്ട്രാ കാര്യം കൂടി വന്നിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ക്രോപ്പ് ടൂൾ എടുത്തു കഴിഞ്ഞിട്ട് താഴേക്ക് ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ഞാൻ ക്രോപ്പ് ടൂളിന്റെ ക്ലാസ്സിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല, ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ബീറ്റയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ക്രോപ്പ് ടൂളിന്റെ ഓപ്ഷൻ മാറിയിട്ടുണ്ട്. ഇതിലെ ജനറേറ്റീവ് എക്സ്പാൻഡ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടെ ഒരു ജനറേറ്റീവ് ഫില്ലിന്റെ ഓപ്ഷൻ വരികയാണ്. നമ്മൾ അവിടെ ഡോട്ട് അടിക്കുന്നു, ജനറേറ്റ് അടിക്കുന്നു. ഇത്രയും കൂടുതൽ അത് ഉണ്ടാക്കിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും അവിടെ പ്രത്യേകിച്ച് വേണമെന്നാണെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എന്തായാലും സൂപ്പർമാന്റെ ബോഡി അല്ലെങ്കിലും എന്തോന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതിൽ ഏതിലെങ്കിലും ഉണ്ടോ നോക്കാം. സൂപ്പർമാൻ നമ്മുടെ അഡോബിന്റെ സ്റ്റോക്ക് ഇമേജിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ സൂപ്പർമാൻ ബോഡി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അതിന് തോന്നിയൊരു സൂപ്പർ ഹീറോ ബോഡി അത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ എക്സ്പാൻഡ് ജനറേറ്റീവ് ഫില്ലിന്റെ കൂടെ തന്നെ നമ്മുടെ ക്രോപ്പിലെ ജനറേറ്റീവ് എക്സ്പാൻഡും കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പുതിയ അപ്ഡേറ്റ് ആണ്.
മറ്റൊരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ റിമൂവ് ടൂളിലാണ്. റിമൂവ് ടൂളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവില്ല. റിമൂവ് ടൂളിന് ആദ്യം ഒന്ന് ഈ കിടക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പാൻഡ് ലെയർ ആയതുകൊണ്ട്, ഇതിനെന്താണ് പ്രത്യേകിച്ച് ജനറേറ്റീവ് ലെയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യില്ല. നമ്മളൊരു ബ്ലാങ്ക് ലെയർ ഇട്ട് വർക്ക് ചെയ്യണം. ബ്ലാങ്ക് ലെയറിൽ സാമ്പിൾ ഓൾ ലെയേഴ്സ് ഓൺ ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം വർക്ക് ചെയ്യാം. നമുക്ക് ഇത്രയും കാലമായിട്ട് ഈ റിമൂവ് ടൂൾ ഒരുപാടൊന്നും ആയിട്ടില്ല വന്നപ്പോൾ തന്നെ ഉള്ളതിൽ ഒരു മെയിൻ വിഷയമായിരുന്നു. നമുക്ക് ഒരു ഉദാഹരണത്തിന് ഈ ചെയർ എടുത്ത് കളയണം എന്നാണെന്ന് വെക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എടുത്ത് ആ ചെയറിന് ചുറ്റും ഒന്ന് വരച്ചിട്ട് പിന്നെ എടുത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഉള്ളിൽ മുഴുവൻ നിറക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ എടുത്ത് നിറച്ചതിന് ശേഷമാണ് നമുക്ക് റിമൂവ് കിട്ടുക. ചിലപ്പോൾ നേരത്തെ ഇതുപോലത്തെ പോലെ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമായിരുന്നു. പക്ഷെ പുതിയ അപ്ഡേറ്റിൽ നമ്മൾ ഇത്ര ചെയ്താൽ മതി. ചുമ്മാ അങ്ങനെ റൗണ്ടിൽ സെലക്ട് ചെയ്ത് അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ വെച്ച് ലീവ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി നമ്മൾ അവിടെ അറ്റം തൊടിയിപ്പിച്ച് വെക്കാം. അത് ഓട്ടോമാറ്റിക്കായി ഫില്ലാകും. ആ ഒരു ഡിഫറൻസും കൂടിയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. ഒന്ന് ജനറേറ്റീവ് ഫില്ല് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. റിമൂവ് ടൂളിന് ഇനി നമ്മൾ കുത്തിരുന്ന് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് റൗണ്ട് അടിച്ച് ഫില്ലാക്കി വെച്ചാൽ ഉള്ളിലങ്ങ് ഫില്ലായിക്കോളും. റൗണ്ട് അടിച്ചോളം നിർബന്ധമല്ലാതെ നമ്മളിപ്പോ ഈ കോർണർ നോക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ചാലും മതി, ആ ഭാഗം ഫില്ലായിക്കോളും. റൗണ്ട് അടിച്ച് അവിടെ തൊടിയിപ്പിക്കണം എന്നില്ല. അത് അഡോബിന്റെ സെൻസായി എടുത്ത് മനസ്സിലാക്കി അത് ഫില്ലാക്കി തന്നോളും. അതിലുള്ള ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതിന്റെ ചുറ്റും മാത്രം റിമൂവ് ചെയ്താൽ മതി, ഉള്ളിലുള്ളത് അവിടെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനുള്ള സാധനം ഇവിടെ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ആവശ്യം കൂടി നമുക്ക് ചില സമയത്ത് ഏതെങ്കിലും ഇതിന്റെ ഇപ്പൊ ഈ എഡ്ജിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഈ എഡ്ജ് ഒന്ന് റിമൂവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങോട്ട് ഇതൊക്കെ എൻഡ് കൊള്ളാത്തതുകൊണ്ട് ഐ തിങ്ക് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അതൊരു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കിട്ടിയൊരു ഐഡിയ ആണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫില്ലായിട്ട് തരും. വേറെ ഇവിടുന്ന് എവിടെന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും അതിന്റെ മുകളിലൂടെ തിരിച്ച് അങ്ങോട്ട് പോയി ഇവിടെ വെച്ച് എൻഡ് ചെയ്യുമ്പോൾ അത് ഫില്ലാകും. ഇത് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കിട്ടിയൊരു ഐഡിയ ആണ്. നമുക്ക് ഏതായാലും മുകളിൽ ഇതിനു വേണ്ടി ഒരു ടിക്ക് ബട്ടൺ വരുന്നത് വരെ നമുക്ക് ഈ ഐഡിയ ഉപയോഗിക്കാം. ഇടക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു ചെറിയ അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ താഴെ വരുന്ന ഈ കോണ്ടക്സ്റ്റൽ ടാസ്ക് ബാർ, അത് നമുക്കൊരു പുതിയ കാര്യമല്ല. പക്ഷെ മാസ്കിന് വേണ്ടി മാത്രം കുറച്ച് ഓപ്ഷൻസും കൂടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ഈ 2 ബട്ടൺ ആണ് മെയിൻ ആയിട്ട് വന്നത്. അത് നമ്മൾ ഈ എക്സ് ബട്ടൺ അടിക്കുന്നതിന് തുല്യമാണ്. ഈ ബ്ലാക്കും വൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ട്രാക്ട് 1 എന്ന് പറയുമ്പോൾ ഫോർഗ്രൗണ്ട് ബ്ലാക്ക് ആക്കും, ഇത് വൈറ്റ് ആക്കും. സോ അതൊരു വലിയ അപ്ഡേറ്റ് ഒന്നല്ല. പിന്നെ 2-3 ഐക്കൺസ് കൂടെ ഉണ്ട് മാസ്ക് താൽക്കാലികമായി ഹൈഡ് ചെയ്യാൻ. നമ്മൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്, ഐ തിങ്ക് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ പോയി ഹൈഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇവിടെ ഷിഫ്റ്റ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നതാണ്. സോ അതും ഒരു വലിയ മാറ്റമൊന്നുമല്ല, എന്നാലും അങ്ങനെ ഒരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയാം. സോ ഇത്രയാണ് ഞാൻ ഈ 24 റിലീസ് ആയതിന് ശേഷം എനിക്ക് നോക്കാൻ പറ്റിയ ചേഞ്ചസ്. ബാക്കി ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനി നോക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 2 ബാഡ് ന്യൂസുകൾ എന്താന്ന് പറയാം. നമ്മൾ ബീറ്റേന്ന് ഇവിടെ ഫോട്ടോഷോപ്പിലേക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ ജനറേറ്റീവ് എക്സ്പാൻഡ് വന്നു എന്ന് പറയുമ്പോൾ അത് ഫോട്ടോഷോപ്പ് മാത്രം യൂസ് ചെയ്യുന്നവർക്കും ജാക്ക് സ്പാരോ യൂസ് ചെയ്യുന്നവർക്കും ഒരു നെഗറ്റീവ് ആയിട്ടാണ് വന്നത്. അത് ഫോട്ടോഷോപ്പ് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത്, ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള അഡോബിന്റെ സോഫ്റ്റ്വെയർ മാത്രം യൂസ് ചെയ്തവർക്ക് ഈ ജനറേറ്റീവ് ഫില്ല് കിട്ടുന്നില്ല. ഓൺലി അഡോബിന്റെ ക്രിയേറ്റീവ് ക്ലൈഡിന്റെ എല്ലാ സോഫ്റ്റ്വെയറും കൂടി ഉള്ള പ്ലാൻ ചെയ്തവർക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞ ജാക്ക് സ്പാരോക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്. അത് അപ്ഡേറ്റുകൾ ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ജനറേറ്റീവ് ഫില്ല് നിങ്ങളതിൽ വർക്ക് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ നിർത്തും. അത് അപ്ഡേറ്റ് വരുമ്പോൾ ക്ലൗഡിനനുസരിച്ച് നിങ്ങളുടേത് ബാലൻസ് ആവില്ല. സോ ജാക്ക് സ്പാരോ വിട്ടേക്കാം. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞൊരു റൂമറിന്റെ കാര്യം. ഒരു റൂമർ ഇങ്ങനെ നമ്മുടെ ഫോട്ടോഷോപ്പിന്റെ ഇതിന്റെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല.
കേട്ടിട്ട് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു, ആവാൻ ചാൻസ് ഉണ്ട്. നവംബർ 1 മുതൽ ഫോട്ടോഷോപ്പിന്റെ ജനറേറ്റീവ് ഫില്ല് ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. അതായത് നമുക്കൊരു 1000 ക്രെഡിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. മന്ത്ലി 1000 എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. മന്ത്ലി 1000 ജനറേറ്റീവ് ഫില്ലിന്റെ ക്രെഡിറ്റ്. അതായത് ചിലപ്പോൾ ഒരു ക്രെഡിറ്റ് വെച്ചായിരിക്കില്ല ഒരു ഇമേജ് ഉണ്ടാക്കുക. ഒരു 3 ക്രെഡിറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇമേജ് ഉണ്ടാക്കുക. നമ്മുടെ ഡീപ് ഫേക്കിൽ പറഞ്ഞതുപോലെ 3 ക്രെഡിറ്റ്, അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു. അത് ഒരു ദിവസത്തിന് ഇത്ര ലിമിറ്റ് ഉണ്ട്, 50 ക്രെഡിറ്റ് ഉള്ള അതിൽ 3 ക്രെഡിറ്റ് ആണ് ഒരു ഡീപ് ഫേക്കിന്. അതുപോലെ ചിലപ്പോൾ 3 ക്രെഡിറ്റ് ഒക്കെ 3, 4, 5 എത്രയാന്ന് വെച്ചാൽ അതായിരിക്കാം. അതുകൊണ്ട് 1000 ഇമേജ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോ ഒന്നിന് ചോടായിരിക്കാം. 0.2, 0.1, 0.5 ഒക്കെ ആയിരിക്കും ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി വരിക. മിക്കവാറും ഒരു ക്രെഡിറ്റ് ഒരു ഇമേജ് എന്ന് വരാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും ക്രെഡിറ്റിലേക്ക് മാറുകയാണ്. അതായത് ഒരു മാസം നമുക്കിപ്പോ ഒരു ക്രെഡിറ്റ് എന്ന് ചുമ്മാ ചിന്തിക്കാം. ഒരു മാസം നമുക്ക് 1000 ഇമേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്. അത് ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് വരും. എന്താന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ജനറേറ്റീവ് ഫില്ല് എടുക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട്, നമ്മളെല്ലാവരും അഡോബിന്റെ ഒരു ക്ലൗഡിൽ നിന്നാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും അവിടെ ജനറേഷന്റെ അളവ് കുറയും, നമ്മുടെ ജനറേഷൻ സ്പീഡ് കൂടും. അങ്ങനെ ഒരു പ്ലസ് അതിൽ നടക്കും. പക്ഷെ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ജാക്ക് സ്പാരോക്കാർക്ക് അതൊരു പ്രശ്നമായിരിക്കും. ജാക്ക് സ്പാരോക്കാർക്ക് ഈ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാവില്ല. ഇല്ലാത്തത് കൊണ്ട് തന്നെ നടക്കില്ല. സോ അത് നവംബർ 1 ശേഷം ജാക്ക് സ്പാരോ യൂസ് ചെയ്യുന്നവർക്ക് കിട്ടായിക വരാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ 2 ബാഡ് ന്യൂസോട് കൂടിയാണ് ഇപ്രാവശ്യത്തെ ഫോട്ടോഷോപ്പ് അപ്ഡേറ്റ് വന്നത്. മറ്റ് ചേഞ്ചസ് ഞാൻ നോക്കിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ ഒന്ന് ഓടിച്ച് വാടിഞ്ഞ് നോക്കിയിട്ട് എന്തെങ്കിലും പുതിയ ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ പറയുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തവർ ഇതൊക്കെ ചെയ്തു വെക്കുക. ലൈക്ക് വീണ്ടും ചെയ്താലും പ്രശ്നമൊന്നുമില്ല. സോ